റമദാൻ നോമ്പ് ആരംഭിച്ചു കഴിഞ്ഞാൽ കാസർഗോഡ് മൗവലിലെ പാചകപ്പുരകളിൽ സമൂസ തയ്യാറാക്കുന്നതിന് തിരക്കാവും. നാട്ടിലെ നോമ്പുതുറ വിപണി ലക്ഷ്യമിട്ട് പ്രവാസി മലയാളികളാണ് മൗവലിൽ വർഷങ്ങളായി സമൂസ ഉണ്ടാക്കുന്നത്. ഒരു ദിവസം 1,00,000-ഓളം സമൂസയാണ് വടക്കൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്ന് കയറ്റിയായി. ഇത് സമൂസയാണോ സമൂസയാണോ? സമോസയാണോ? സമൂസ വിജയം കഴിച്ചിട്ടുണ്ടോ? ഇത് കഴിച്ചിട്ടുണ്ട്. സമൂസ 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 എന്നാണ് നാട്ടിൽ പറയാറ്. സമോസ. നമുക്കൊരു കാര്യം ചെയ്യാം, ആ റിപ്പോർട്ട് ഒന്ന് നോക്കാം. എന്താണ്? വ്രതശുദ്ധിക്കൊപ്പം രുചിവൈവിധ്യങ്ങളുടെ കൂടി നാളുകളാണ് റമദാൻ. നോമ്പ് ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ മൗവലിലെ പ്രവാസികൾക്ക് തിരക്കോട് തിരക്കാണ്. നോമ്പുതുറ സമയമാകുമ്പോഴേക്കും വടക്കൻ കേരളത്തിലെ തീൻമേശകളിലേക്ക് സമൂസ എത്തിക്കണം. മൈദമാവൊരുക്കി സവാള അരിഞ്ഞ് അച്ചൊരുക്കി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാൻ പുലർച്ചെ മുതലുള്ള പണിയുണ്ട്. സപ്ലൈ ചെയ്യുന്ന വെച്ചെങ്കിൽ കാസർഗോഡ്, കാഞ്ഞങ്ങാട്, പടന്നക്കാട്, ഇതിൽ ബന്തെടുക്കം, ഇതിൽ ഇതങ്ങോട്ടെല്ലാം ഇവിടുന്ന് വന്നിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പലരും ഗൾഫിലുള്ള സമൂസ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരാണ്. ജോലി തിരക്ക് കാരണം ഇത്തവണ പലർക്കും നാട്ടിലെത്താൻ കഴിഞ്ഞില്ല. ഒരു ദിവസം 5000 സമൂസയൊക്കെ ഉണ്ടാക്കുന്നവരും ഇവിടെയുണ്ട്. ഇതിലെല്ലാ ജോലിക്കാരും മുമ്പ് ഗൾഫിൽ പണിയെടുത്തവരാണ്. സാധാരണ നോമ്പ് പ്രമാണിച്ച് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് വരാറുണ്ട്. ഇപ്പോൾ ഈ വർഷം ഞങ്ങൾ അവിടെ എൻ്റെ അനിയൻ്റെ ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയിൽ കുറേ ആൾ ഈ പ്രാവശ്യം പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വേറെ ബോംബെയിൽ നിന്ന് 4 ആൾക്കാരെ ഇവിടെ കൊണ്ടിട്ടാണ് ജോലി ചെയ്യുന്നുള്ളത്. ദിവസേന 30,000 സമൂസ ഇവിടെ നിന്ന് മാത്രം പോകുന്നുണ്ട്. മൗവലിലെ മറ്റ് പാചകപ്പുരകളിലെ കണക്കുകൂടി നോക്കിയാൽ ഇത് 1,00,000 കടക്കും. 24 കാസർഗോഡ്.